ഭാവനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളാണ്. ഭാവന മത്സരിക്കാൻ പോകുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഒരു ഇതുപോലെ ഈ പ്രൊമോഷൻസ് ഇന്റർവ്യൂസിന്റെ ഇടയിലാണ് ഞാൻ തന്നെ ഈ ന്യൂസ് ഞാൻ തന്നെ ഞെട്ടി. ഞാനോ എപ്പോ എവിടെ നവീൻ വിളിച്ചോ? നവീന് മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല. നവീൻ ഇതൊന്നും അറിയില്ല. നവീന് ഞാൻ പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആൻഡ് ചിരി വന്ന ന്യൂസാണ്. അത് ആരാണ് അത് തുടങ്ങി വെച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെ അപ്പം തന്നെ ഞാൻ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നവീനെ ഇനിയും ശല്യപ്പെടുത്തുന്നത് തുടരും എന്നതായിരുന്നു വിവാഹ വാർഷികത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. എത്രമാത്രം ഭാവനയെ ഉൾക്കൊള്ളാൻ നവീന് പറ്റുന്നുണ്ട്? ഭാവനയുടെ ഈ മൂഡ് സ്വിങ്സ് ആയാലും മറ്റ് കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ എത്രമാത്രം ഹെൽപ്ഫുള്ളാണ് നവീൻ? മേ ബി നമ്മൾ രണ്ടുപേരും ഒരു മെച്ചുവേർഡ് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പേസ് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈവൻ നവീനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുജു ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും ഉണ്ട്. അത് മേ ബി ആ ഒരു നമ്മുടെ ഒരു ലവ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കല്യാണത്തിലേക്ക് എത്തി ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലുള്ള ഒരു മെച്യൂരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു സ്പേസ് തരുന്ന ഒരാൾ തന്നെയാണ് നവീൻ. ഇത്രയും സ്ട്രോങ് ആയ ഏത് സിറ്റുവേഷൻ വന്നാലും മറികടക്കാൻ സ്വയം തീരുമാനിച്ച് പറ്റുന്ന ഭാവന എന്തിനാണ് ഒരു വാമ്പയർ ആവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഏത് സിറ്റുവേഷൻ വന്നാലും മറികടക്കുന്നൊന്നും വല്ലതും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ലൈഫിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ മറികടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വാമ്പയറിൻ്റെ കാര്യം അതൊരു കോമഡിയാണ്. അത് ഞാൻ വാമ്പയർ ഡയറീസ് അല്ലെങ്കിൽ ഒറിജിനൽസ് അല്ല 2 സീരീസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ വേൾഡിലായിപ്പോയി എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വാമ്പയർ ആയ അടിപൊളിയായിരുന്നു അങ്ങനത്തെ ചില ഈ ചൈൽഡിഷ് തോട്ട്സുകൾ കാരണം അങ്ങനെ തോന്നുന്നു. കാരണം ഭയങ്കര രസമായിരുന്നു ആ ഒരു വേൾഡ്. ഒരു നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കില്ലേ നമ്മൾ ആരും പരിചയമില്ലാത്ത ആരും അറിയാത്ത എവിടെയെങ്കിലും പോയി ഇരുന്നാലോ എന്നൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു ഫീൽ തന്നെ എനിക്ക് വാമ്പയർ ഡയറീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയതാണ്. പിന്നെ വാമ്പയറിന്റെ പവർ വേണ്ട? അതൊക്കെ വേണം, എല്ലാം വേണം, ഇൻക്ലൂഡിങ് എവറിത്തിങ്. വാമ്പയറിന്റെ പവർ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ചെയ്യാൻ രസമാണ് ഇങ്ങനെ മാറി മാറി ജീവിക്കുക. ഒരു രസമുള്ള ഒരു ലൈഫ് മിസ്റ്ററിയാണ് ബീങ് എ വാമ്പയർ. ആ സീരീസ് കാണുമ്പോൾ കേട്ടോ. ശരിക്കുള്ള വാമ്പയർ ഒന്നും ഇല്ലല്ലോ, നമ്മൾ എവിടെ പോയി ചോദിക്കാനാ. ആ സീരീസിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ലുക്കിംഗ് അറ്റ് യുവർ സെൽഫ്, എന്താണ് വീക്ക്നെസ്, എന്താണ് പവർ? പവർ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ കുറച്ച് പ്രാക്ടിക്കലാണ് ഞാൻ. വീക്ക്നെസ് എന്ന് പറയുന്നതും അഗെയിൻ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് തന്നെയായിരിക്കും. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ കരിയർ കുറച്ച് നമ്മൾ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കരിയറോട് ഭയങ്കര ഇത് തോന്നുമല്ലോ. സന്തോഷമായാലും സിനിമയിൽ അഭിനയിക്കും, സങ്കടമാണെങ്കിൽ സിനിമ കാണും, അങ്ങനെയാണോ ഭാവന? അങ്ങനെയല്ല. സന്തോഷമാണെങ്കിലും മൂവി ചെയ്യുന്നതിന് ഇതൊന്നും ഇതേ അല്ല കേട്ടോ, ബാധകമേ അല്ല. മൂവി ചെയ്യുന്നത് നമുക്ക് കഥ കേട്ട് ക്യാരക്ടർ കേട്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മൂവി ചെയ്യുന്നു. സന്തോഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തും ഷോപ്പിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈവൻ നല്ല ഫിലിംസ് കാണുക. സങ്കടമാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഡൈവേർട്ടായിട്ട് പോകാമല്ലോ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര പെട്ടെന്ന് എനിക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും.